ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വരാന്ത റസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ SSC റെയിൽവേയുടെ GK സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് പോളിറ്റിയാണ്. അപ്പോൾ പോളിറ്റിയിൽ നമ്മൾ മുമ്പ് പ്രീവിയസ് 2 സെഷൻസ് അല്ല 3 സെഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഓർഡറിൽ സിലബസിൽ മാക്സിമം 80% കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തുടങ്ങിയ സീരീസാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണും, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മീൻസ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കൂടാതെ ആ ഒരു ടേമിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ കീ പോയിൻറ്റ്സ് കുറച്ച് വേർഡ്സ് നമ്മൾ നോക്കും. അത് കഴിഞ്ഞിട്ട് ആ ഒരു ടോപ്പിക്ക്, ആ ഒരു സബ് ടോപ്പിക്കിൻ്റെ അടുത്തുനിന്ന് കിട്ടുന്ന മാക്സിമം എക്സ്ട്രാ അല്ലെങ്കിൽ അഡീഷണൽ ഇൻഫർമേഷനും കൂടെ നോക്കിയിട്ട് അത്യാവശ്യം ഒരു നോട്ട് മേക്ക് ചെയ്ത് റെസ്പോണ്ട് ചെയ്യുന്ന പോകുന്ന സീരീസ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊരു നോട്ട് ബുക്ക് വേണം, കാരണം റിവിഷൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ലെക്ചർ നോട്ടായിരിക്കും നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനായിട്ട് കൂടുതൽ എളുപ്പമാവുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ എക്കോണമി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഏകദേശം ഇപ്പോൾ SSC റെയിൽവേ നോക്കുകയാണെങ്കിൽ എക്കോണമിയും പോളിറ്റിയും രണ്ടിനും സിലബസ് ഭയങ്കര കുറച്ചേ ഉള്ളൂ, പക്ഷേ മാക്സിമം ചോദ്യങ്ങൾ വരുന്നൊരു ഏരിയ ആണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങളിപ്പോൾ GK നോക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഫസ്റ്റ് പോളിറ്റി, കാരണം SSCയുടെ 2022 ലാസ്റ്റായിട്ട് അതിന് തൊട്ട് മുമ്പാണ് പഴയ SSCയിൽ പാറ്റേൺ, അതായത് മെയിൻസിന് ഇംഗ്ലീഷും മാത്സും മാത്രം എന്നുള്ളൊരു കൺസെപ്റ്റ് മാറി ഇപ്പം 4, അതായത് പ്രിലിംസിന് എന്തൊക്കെ സബ്ജക്റ്റ് ഉണ്ടോ, റീസണിംഗ് ഉണ്ട്, GK ഉണ്ട്, മാത്സ് ഉണ്ട്, പിന്നെ ഇംഗ്ലീഷ് ഉണ്ട്. അപ്പം ഹയസ്റ്റ് വെയിറ്റേജ് ബീങ് ഇംഗ്ലീഷ് ആയിരിക്കും. അതിനുശേഷം വരുന്ന GK, അതായത് മെയിൻസിന് GKക്ക് നിങ്ങൾക്ക് GKക്കായാലും മാത്സിനായാലും ഏത് സബ്ജക്റ്റിനും ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ SSCയുടെ മെയിൻസിന് 3 മാർക്ക് വരെ കിട്ടും. റെയിൽവേക്കാണെങ്കിൽ ജനറൽ സയൻസ് ഉൾപ്പെടെയുള്ള GK ഇംഗ്ലീഷ് കാണത്തില്ല, പകരം കുറച്ചുകൂടെ വെയിറ്റേജ് കിട്ടുന്നത് ഏതിനായിരിക്കും, GKക്കായിരിക്കും, എസ്പെഷ്യലി ജനറൽ സയൻസിനായിരിക്കും. അപ്പോൾ രണ്ടിനും കൂടെ ഒരു ആവറേജ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ജോഗ്രഫി, ഹിസ്റ്ററി, പോളിറ്റി, എക്കോണമി, പിന്നെ ജനറൽ സയൻസ് ആസ് എ ഹോൾ, അപ്പോൾ ഇത്ര എണ്ണത്തിനും വെയിറ്റേജ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പം ആദ്യം പെട്ടെന്നൊരു എക്സാം വരാൻ നേരം മാക്സിമം, അതായത് പോളിറ്റിയും എക്കോണമിയും ഒത്തിരി ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ സിലബസ് നോക്കി പോക്കണം. അതുകൊണ്ടായിരിക്കും നമ്മൾ ആദ്യം എക്കോണമി തീർത്തായിരുന്നു. എസ്പെഷ്യലി എക്കോണമി നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ എക്കോണമി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഇല്ലാത്ത മിസ്ലേനിയസ് പോയിൻറ്റ്സ് ആയിരിക്കും ഈ പറഞ്ഞ പോലെ ജനറൽ മാക്രോ എക്കണോമിക്സിൻ്റെ, മൈക്രോ എക്കണോമിക്സിൻ്റെ കുറച്ച് പോർഷൻസ്. അത് നിങ്ങൾ സെപ്പറേറ്റ് കൂടെ നിങ്ങളുടെ നോട്ടിൻ്റെ കൂടെ മേക്ക് ചെയ്ത് ബ്രീഫായിട്ട് പൊക്കോണം. അപ്പം പോളിറ്റിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് ജോഗ്രഫി ആയിരിക്കും എടുക്കുന്നത്, അത് കഴിഞ്ഞ് ഹിസ്റ്ററി ആയിരിക്കും. അപ്പം ഇന്ത്യൻ പശ്ചാത്തലമുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിച്ചിട്ട് അതിനുശേഷം ബാക്കിയുള്ള ജനറലൈസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും ഇൻ കേസ് നമ്മൾ മിസ്സലേനിയസ് എന്ന് പറഞ്ഞ ടോപ്പിക്സിൽ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അറ്റ് ദി എൻഡ് കുറച്ച് മിസ്സലേനിയും കൂടെ കാണും. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് നമുക്ക് അറ്റ് ദി എൻഡ് ഒരു CGL ഏകദേശം ഒരു സെപ്റ്റംബറിലായിരിക്കും തുടങ്ങുന്നത്. സെപ്റ്റംബർ ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല, സെക്കൻഡ് വീക്കിലാണെങ്കിൽ ബൈ ദി എൻഡ് ഓഫ് ഡിസംബർ ഏകദേശം മെയിൻസിൻ്റെ കഴിഞ്ഞിട്ട് DV തീർക്കാനുള്ളൊരു പരിപാടിയാണെങ്കിൽ നമ്മൾ സെപ്റ്റംബറിനത്തോടാകും, അതായത് CGL എയിം ചെയ്തിട്ടുള്ള സീരീസ് ആയിരിക്കും. സോ ഒരു ഓഗസ്റ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഈ മെയിൻ 4 ടോപ്പിക്സ് ജോഗ്രഫി, പോളിറ്റി, ഹിസ്റ്ററി ആൻഡ് എക്കോണമി ഇത്രയും തീർക്കാന്നുള്ള രീതിയിൽ എടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇതുവരെയുള്ള നോട്ട് ഇപ്പോൾ ഓൾറെഡി പഠിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ പോലെ പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ലേസ് ഡൗൺ ദ പ്രോസസ് ഓഫ് ഫോർ ഇൻട്രൊഡ്യൂസിങ് ചേഞ്ചസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 ആണ്. ആർട്ടിക്കിൾ 368, അതായത് ദി പ്രൊസീജിയർ ഓഫ്, ഇതിനെപ്പറ്റി മെയിനായിട്ടും നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ കീ പോയിൻറ്റ്സ് നോക്കണം. അതായത് പ്രൊസീജിയർ ഫോർ അമെൻമെൻറ്റ് ഇൻ ദ, നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ലേ ഡൗൺ ഇൻ എ പാർട്ട് ഓഫ് ആർട്ടിക്കിൾ 368 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. പിന്നെ അഡീഷണൽ കുറച്ച് പോയിൻറ്റ്സ് പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 368 ഓഫ് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് 3 ടൈപ്സ് ഓഫ് അമെൻമെൻറ്റ്സ്. 3 ടൈപ്പ് ഓഫ് അമെൻമെൻറ്റ്സ് അവർ റിക്വയർ ചെയ്യുന്നുണ്ട്. അത് ആദ്യത്തെ 3 നോക്കിയേ. അമെൻമെൻറ്റ് ബൈ എ സിമ്പിൾ മെജോറിറ്റി ഓഫ് ദ പാർലമെൻറ്റ്, അതൊന്ന്. പിന്നെ രണ്ടാമത്തത് ബൈ എ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെൻറ്റ്. മൂന്നാമത്തതോ ബൈ എ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദ പാർലമെൻറ്റ് വിത്ത് ദ, ഇത് രണ്ട് മാറിപ്പോലെ, വിത്ത് ദ റാറ്റിഫിക്കേഷൻ ബൈ ഹാഫ് ഓഫ് ദ ടോട്ടൽ സ്റ്റേറ്റ്സ്. അത് കഴിഞ്ഞിട്ട് നോക്കിയേ, ഇത് പറയുന്നപ്പോൾ നമ്മുടെ കീ പോയിൻറ്റ്സ് ഇത്രയും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആർട്ടിക്കിൾ 351 അതും കൂടെ നമ്മൾ നോക്കണം. ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് ദ യൂണിയൻ to promote the spread of the Hindi language, to develop it so that it may serve as a medium of expression for the elements of the composite culture of India and to secure its enrichment by assimilating without interfering with its genius the form, style and expressions used in Hindustani and in other languages of India specified in the ഏത് ഷെഡ്യൂൾ, 8th ഷെഡ്യൂൾ. അപ്പോൾ ഷെഡ്യൂൾ ഇതിനകത്ത് മെയിനായിട്ട് നോക്കിക്കണം. ആൻഡ് ബൈ ഡ്രോയിങ് ഏതൊക്കെ, വേറെവർ നെസസറി ഓർ ഡിസൈറബിൾ ഫോർ ഇറ്റ്സ് വൊക്കാബുലറി പ്രൈമറിലി ഓൺ സാൻസ്ക്രിറ്റ് ആൻഡ് പിന്നെ ഏതൊക്കെയാണ് സെക്കൻഡറിലി, പ്രൈമറിലി സാൻസ്ക്രിറ്റും പിന്നെ സെക്കൻഡറിലി നമ്മൾ നേരത്തെ പറഞ്ഞ ഹിന്ദി.
അപ്പോൾ ഇത്രയും കേസ് നോക്കിക്കോണം. ഹിന്ദി ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റും പ്ലസ് 8th ഷെഡ്യൂളിലെ ഈ സാൻസ്ക്രിത്തിൻ്റെ പിന്നെ ഏതാ സെക്കൻഡിൽ ഹിന്ദിയുടെ ഇത്രയും പോയിൻറ്റ്സ് ഇതിനകത്ത് മസ്റ്റായിട്ട് നോട്ട് ചെയ്തോണം. അടുത്തത് ഷെഡ്യൂൾഡ് ട്രൈബ്സിനെയും കുറിച്ചുള്ള ആർട്ടിക്കിൾ 342 ആണ്. അതിനകത്ത് ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് ദ പ്രസിഡൻറ്റ്, ഇവിടെ പ്രസിഡൻറ്റിൻ്റെ റോൾ ഉണ്ട്, മേ വിത്ത് റെസ്പെക്ട് ടു എനി സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ആൻഡ് വെയർ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്, ഇൻ കേസ് ഇപ്പോൾ സ്റ്റേറ്റ് ആണെങ്കിൽ ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ദ ഗവർണർ ദെയർ ഓഫ്, അതായത് ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റിൻ്റെയും യൂണിയൻ ടെറിട്ടറീസിൻ്റെയും കേസിൽ ST കാരുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇൻ കേസ് ഇപ്പോൾ അത് സ്റ്റേറ്റ് ആണെങ്കിൽ എന്ത് വരും, ഗവർണറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ബൈ പബ്ലിക് നോട്ടിഫിക്കേഷൻ സ്പെസിഫൈ ദ ട്രൈബ്സ്, അതായത് ഏതൊക്കെ ട്രൈബൽ കമ്മ്യൂണിറ്റീസും ട്രൈബ്സുമാണ് ഇതിൻ്റെ അണ്ടറിൽ വരേണ്ടതെന്നുള്ളത് അവർ തീരുമാനിക്കുന്നത് ഫസ്റ്റ് ഗവർണറുമായിട്ട്. ഇൻ കേസ് സ്റ്റേറ്റ് ആണെങ്കിൽ അത് ഗവർണറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടായിരിക്കും. വിച്ച് ആൾ ഫോർ ദ പർപ്പസസ് ഓഫ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ ബി ഡീംഡ് ടു ബി ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അതായത് ഷെഡ്യൂൾഡ് ട്രൈബ്സിന് അർഹതപ്പെട്ട ആൾക്കാർ ആരൊക്കെയെന്ന് തീരുമാനിക്കുന്നത് ഗവർണറുമായിട്ടുള്ള കൺസൾട്ടേഷന് ശേഷമായിരിക്കും. ഇൻ റിലേഷൻ ടു ദാറ്റ് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ആസ് ദ കേസ് മേ ബി. അടുത്തത് ആർട്ടിക്കിൾ 374, അതായത് ഇവിടെ പറയുന്നത് പ്രൊവിഷൻസ് ആസ് ടു ജഡ്ജസ് ഓഫ് ദ ഫെഡറൽ കോർട്ട് ആൻഡ് പ്രൊസീഡിങ്സ് പെൻഡിങ് ഇൻ ദ ഫെഡറൽ കോർട്ട് ഓർ ബിഫോർ ഹിസ് മജസ്റ്റി ഇൻ കൗൺസിൽ. അപ്പോൾ നമുക്ക് അടുത്ത പോയിൻറ്റ്സ് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ 6th ലെവൽ പ്രാക്ടീസ് മെത്തേഡ്, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രാക്ടീസ് മെത്തേഡ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ലെവലിൽ നിങ്ങൾക്ക് ബേസിക് ക്ലാസ്സസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതായത് ഇപ്പോൾ ഓരോ GK ആണെങ്കിൽ GKയുടെ ഈ പറഞ്ഞ പോലെ ജനറൽ സയൻസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള സബ് ടോപ്പിക്കായിട്ട് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് അങ്ങനത്തെ ടോപ്പിക്സ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു പാക്കേജ് ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരിക്കും. മാത്സും റീസണിങ്ങും ഓരോന്നും. ആ ക്ലാസ്സിൻ്റെ ബേസിക്സ് നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് എടുത്തതിന് ശേഷം ബേസിക്സിൻ്റെ വർക്കൗട്ട് അല്ലെങ്കിൽ പ്രാക്ടീസ് സെഷൻ ആയിരിക്കും ബേസിക് സർക്കിൾ എന്ന് പറയുന്നിട്ടുള്ള രണ്ടാമത്തെ സെഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അതിൻ്റെ ഷോർട്ട് കട്ട്സ് ഒക്കെ എങ്ങനെയെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് അവിടെ ഒരു മെൻറ്റർ സപ്പോർട്ടും ഡെഫിനറ്റ്ലി കാണും. അപ്പോൾ 2.5 hours ദൈർഘ്യമുള്ളൊരു ഡ്യൂറേഷൻ ഉള്ളൊരു വർക്കൗട്ട് സെഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ സർക്കിൾസ് ആക്കിയായിരിക്കും ഇരുത്തുന്നത്. അപ്പോൾ പഠിത്തം കുറച്ചുകൂടെ സ്മൂത്തായിട്ട് പോകും. അതിനുശേഷം വരുന്നതാണ് എക്സ്ട്രീം സർക്കിൾ. അപ്പോൾ എക്സ്ട്രീം സർക്കിളിൽ നിങ്ങളെ ഈ സെയിം പ്രൊസീജിയറിൽ, അതായത് സർക്കിൾസ് ആക്കിയിരുത്ത്, അപ്പോൾ ഒരു എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ ശേഷം മാത്രമേ, അതായത് ബേസിക് നിങ്ങൾക്ക് ഉറപ്പായി എന്നുള്ളതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എക്സ്ട്രീമിൽ കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ 4 hour ഡ്യൂറേഷൻ ഉള്ളൊരു, അല്ല 3.5 to 4 hours ഡ്യൂറേഷൻ ഉള്ളൊരു വർക്കൗട്ട് സെഷൻ ആയിരിക്കും. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷനായിട്ട് മെൻറ്റർ സപ്പോർട്ട് കാണും. അതുകൊണ്ട് ക്വസ്റ്റിൻ്റെ ദൈർഘ്യം കൂടാൻ മെയിൻലി ബിക്കോസ് മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫ് ആയിരിക്കും. അപ്പോൾ ക്വാളിറ്റി ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് പോകും. അവിടെയും നിങ്ങൾക്ക് സർക്കിൾസ് ആക്കി ഇരുത്തുന്നതായിരിക്കും. അപ്പോൾ ബേസിക് മസ്റ്റായിട്ടും സെറ്റായ ശേഷം മാത്രമേ നിങ്ങൾ എക്സ്ട്രീമി അപ്രോച്ച് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇത്രയും ഈ ഫസ്റ്റ് 3 ലെവൽസ് ഒരു ഓർഡറിൽ പോകുന്നതായിരിക്കും. എസ്പെഷ്യലി എക്സ്ട്രീം തുടങ്ങാനായിട്ടൊരു മാക്സിമം 2 month പീരീഡ് കാണും. ഇത് ബേസിക്കലി പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ബേസിക്സ് സർക്കിൾ കഴിഞ്ഞ് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് സെറ്റാവാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് സൂപ്പർ ബാച്ച്. അപ്പോൾ നമ്മുടെ 6 ലെവൽസിലെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് സൂപ്പർ ബാച്ച്. അതായത് നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് ഗവൺമെൻറ് കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ കേസ് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ദിവസം കൊണ്ട് ക്രാഷ് കോഴ്സ്, എൻട്രൻസ് പോലെ ക്രാഷ് കോഴ്സ് വഴി നോക്കി വരാൻ പറ്റത്തില്ല. പകരം കുറേ നാളത്തെ, ഇപ്പോൾ നിങ്ങളുടെ കോമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ 3 വർഷം അല്ലെങ്കിൽ 2 വർഷമൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു എക്സാമിന് നിങ്ങൾ എഴുതാൻ നേരം ബേസിക്കലി നിങ്ങൾക്ക് ക്രാഷ് കോഴ്സ് പോലെ പറ്റത്തില്ല. പക്ഷേ ഈ 3 ഫേസും കംപ്ലീറ്റ് ആക്കുവാണെങ്കിൽ പിന്നെ അങ്ങോട്ട് വരുന്നതാണ് സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത്. അതായത് ഇനിയും വരുന്ന എക്സാം ഏതാണോ, നോട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ CPUവിന് അടുത്ത മെയിൽ വരുന്നത് പോലെ അടുത്ത എക്സാം ഏതാണോ എങ്കിൽ അതിനൊരു 2 month പ്രയർ ആയിട്ടെങ്കിലും ഒരു ബാച്ച്, സൂപ്പർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ് ആ എക്സാമിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത്. ആൻഡ് അതിന് ശേഷം വരുന്നതാണ് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം, RIP എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ എക്സാമൊക്കെ എഴുതി നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് മാർക്കിന് പോയി കാണും, ചിലതിന് റിസൾട്ട് വരാൻ കാണും. ഇപ്പോൾ എസ്പെഷ്യലി റെയിൽവേ പോലുള്ള എക്സാംസ് ആണെങ്കിൽ റിസൾട്ട് നമുക്കറിയാമല്ലേ, സാധാരണ നന്നായിട്ട് വൈകും. അങ്ങനെയെങ്കിൽ ആ ടൈം പീരീഡിൽ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച ഒരു ലെവൽ ഡള്ളായി പോകണ്ട എന്നുള്ളൊരു ഇതിൽ ഡിസൈൻ ചെയ്തേക്കുന്നതാണ് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം. അപ്പോൾ നിങ്ങളുടെ വർക്കൗട്ട് കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആണ്, മോക്ക് ഇൻ്റർവ്യൂ സെഷനാണ്. അപ്പോൾ PO എക്സാംസിൻ്റെ ഒക്കെ, അതായത് ഏതൊരു പ്രൊബേഷണറി ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജർ ആവുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു പോസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് SB ആണെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ കാണും. അതല്ലാതെ മെയിൻലി ഇപ്പോൾ RRB PO ഒക്കെ ആണെങ്കിൽ ഫൈനൽ ഇൻ്റർവ്യൂ മാത്രമേ കാണത്തുള്ളൂ. ഏതൊരു PO എക്സാമിനായാലും ഇൻ്റർവ്യൂ ഡെഫിനറ്റായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട ഒരു സ്റ്റേജാണ്. അപ്പോൾ അതിൻ്റെയും കൂടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ഫൈനലി മെറിറ്റ് ലിസ്റ്റിൽ കയറി കൂടാനായിട്ട് പറ്റുന്നത്. അപ്പം ഇൻ്റർവ്യൂവിൽ എങ്ങനെ പെർഫോം ചെയ്യണം, ഏതൊക്കെ ഏരിയ നോക്കിയിട്ട് പോകണം. ഇപ്പം NICLൻ്റെ ഇൻ്റർവ്യൂ ആണെങ്കിൽ NICL അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ ആണെങ്കിൽ
അവിടെ നിങ്ങൾക്ക് ഇൻഷുറൻസ് അവയർനെസ് കുറച്ചുകൂടെ ഉണ്ടായിരിക്കണം, ബാങ്കിങ് അവയർനെസ് ഒക്കെ കൂടുതൽ. അപ്പോൾ ആ അങ്ങനത്തെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് തരംതിരിച്ച് ഏതൊക്കെ പഠിക്കണമെന്നും എങ്ങനെയൊക്കെ പെർഫോം ചെയ്യണമെന്നുള്ളൊരു അവയർനെസ്സും നിങ്ങൾക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓഫ്ലൈനും ഉണ്ട് ഓൺലൈനും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കംഫർട്ട് ഏതാണോ, ക്യാമ്പസിൽ വന്ന് ഇൻവോൾവ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ ഓഫ്ലൈനിൽ തന്നേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ജോയിൻ ചെയ്യുക. മറിച്ച് അതല്ല ഓൺലൈനിലാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ തന്നേക്കുന്ന നമ്പറിൽ ഓൺലൈനിൽ ബാച്ചിനല്ല ഓൺലൈൻ ടീമിനെ കോൺടാക്ട് ചെയ്തിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ ചോയ്സ് ഏതാണോ അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നാ പറയണേ? ദി അമെൻമെൻറ്റ് ഓഫ് ദി തന്നേക്കുന്നവൻ ഏത് അമെൻമെൻ്റ് ആണ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതിൻ്റെ ഫംഗ്ഷൻ എന്ത്? തന്നേക്കുന്ന ഏത് അമെൻമെൻ്റ് ആണ് എൻവിസേജ് ചെയ്യുന്നത് ഓഫ് ഇന്ത്യ എൻവിസേജസ് ദ ഗ്രാം സഭ ആസ് ദ ഫൗണ്ടേഷൻ ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റം ടു പെർഫോം ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് എൻട്രസ്റ്റഡ് ടു ഇറ്റ് ബൈ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്. അപ്പോൾ ഈ തന്നേക്കുന്ന ഓപ്ഷനിൽ ഏതാണെന്നുള്ളത് പറഞ്ഞേ. ഓപ്ഷൻ 3 ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്ഷൻ 73rd അമെൻമെൻ്റ് ആയിരിക്കും പറയുന്നത്. അപ്പോൾ അതെന്നാ പറയുന്നത്? ദി 73rd അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ത് വിഭാവനം ചെയ്യുന്നു? എൻവിസേജസ് ദ ഗ്രാം സഭ ആസ് ദ ഫൗണ്ടേഷൻ ഓഫ് പഞ്ചായത്തി രാജ് സിസ്റ്റത്തിൻ്റെ ഫൗണ്ടേഷനായിട്ട് ഗ്രാം സഭ വേണമെന്ന് വിഭാവനം ചെയ്തത് 73ാമത് അമെൻമെൻറ്റ് ഭരണഘടനാ ഭേദഗതി വന്നപ്പോഴാണ്. ആൻഡ് ടു പെർഫോം ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് എൻട്രസ്റ്റഡ് ടു ഇറ്റ് ബൈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്. അതായത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് എൻട്രസ്റ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്, അതായത് കൈമാറി കൊടുത്ത് വിശ്വസിച്ചേക്കുന്ന ഫങ്ഷൻസ് പെർഫോം ചെയ്യേണ്ട പഞ്ചായത്തി രാജ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനം അല്ലെ ബേസ് എന്ന് പറയുന്ന ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഗ്രാമസഭയാവണം എന്ന് കൊണ്ടുവന്നത് 73ാമത് ഭരണഘടന പ്രകാരമാണ്. ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ 73rd അമെൻമെൻറ്റ് ആക്ട് വന്ന വർഷം കൂടെ നോട്ട് ചെയ്തേക്കണേ, 1992. അതിനെപ്പറ്റി നോക്കണം. ഇറ്റ് ഹാസ് ആഡഡ് എ ന്യൂ പാർട്ട് 9 കൺസിസ്റ്റിംഗ് ഓഫ് എത്ര ആർട്ടിക്കിൾസ്? 16 ആർട്ടിക്കിൾസ് ആൻഡ് ദ 11th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ പോയിന്റ് മസ്റ്റായിട്ട് നോട്ട് ചെയ്തേക്കണം. അതായത് എത്ര ആർട്ടിക്കിൾസ് ഉണ്ടെന്നുള്ളതും പിന്നെ 73ാമത് അമെൻമെൻറ്റ് ആക്ട് 1992 CGL-ലും SSC CGL-ലും 2012 ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ 992 ആൻഡ് 16 ആർട്ടിക്കിൾസ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. പിന്നെ അഡീഷണൽ പോയിന്റ്സ് നോക്കാനാണെങ്കിൽ ദി അമെൻമെൻറ്റ് പ്രൊവൈഡ്സ്, അമെൻമെൻറ്റിനെ പറ്റി അഡീഷണൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ എ 3-tier പഞ്ചായത്ത് രാജ് സിസ്റ്റം അറ്റ് ദ വില്ലേജ്, ഇൻ്റർമീഡിയറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽസ്. അപ്പോൾ ഡിസ്ട്രിക്ട് ലെവൽസിലും ഇൻ്റർമീഡിയറ്റ് ലെവൽസിലും എന്ത് 3-tier പഞ്ചായത്തി രാജ് സിസ്റ്റം അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അടുത്ത ആർട്ടിക്കിൾ 243A നോക്കുകയാണെങ്കിൽ ഇതും എന്താ പ്രതിപാദിക്കുന്നത്? പ്രൊവൈഡ്സ് ദാറ്റ് ദ ഗ്രാം സഭ മേ എക്സസൈസ് സച്ച് പവേഴ്സ് ആൻഡ് പെർഫോം സച്ച് ഫങ്ഷൻസ് അറ്റ് ദ വില്ലേജ് ലെവൽ ആസ് ദ ലെജിസ്ലേച്ചർ ഓഫ് ദ സ്റ്റേറ്റ് മേ ബൈ ലോ പ്രൊവൈഡ്. അപ്പോൾ ഇവിടെ വില്ലേജ് ലെവലിനെ പറ്റി പ്രതിപാദിക്കുന്നതാണ് ആർട്ടിക്കിൾ 243A. എങ്കിൽ അടുത്ത എന്തായാലും നമ്മളിവിടെ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ആർട്ടിക്കിൾ 243A-ലല്ലോ 11th ഷെഡ്യൂൾ കോൺസ്റ്റിറ്റ്യൂഷൻ 73ാമത് അമെൻമെൻറ്റ് 1992 വന്നതിന് ശേഷം അത് ആടെ 9ാമതൊരു പാർട്ടും കൂടെ ആഡ് ചെയ്തു, കൺസിസ്റ്റിംഗ് ഓഫ് 16 ആർട്ടിക്കിൾസ് എന്നും. അതിന് ശേഷം ഒരു 11th ഷെഡ്യൂൾട്ടത് കോൺസ്റ്റിറ്റ്യൂഷനും കൂടെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം അതിനെ റിലേറ്റ് ചെയ്യുന്ന പോയിന്റും കൂടെ നമുക്ക് നോക്കണം. നോക്കി, ഇത് 11th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റഡ് ബൈ ദ 73rd അമെൻമെൻറ്റ് contains 29 subject on which the panchayat shall have administrative control, and article 24H empowers state legislature to make provisions for imposing tax. അപ്പോൾ ഈ ആർട്ടിക്കിൾ 243H-ൻ്റെ ഫങ്ഷൻസും കൂടെ നോക്കിക്കോണം. അതിന് ഒന്ന് ടാക്സ് ഇമ്പോസ് ചെയ്യാൻ പറ്റും, പിന്നെ ബൈ ദ പഞ്ചായത്ത്. അപ്പോൾ ആരായിരിക്കും ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്? അതായത് വില്ലേജ് ലെവലിലുള്ള പഞ്ചായത്തിന് ടാക്സ് ഇമ്പോസ് ചെയ്യാനായിട്ട് പറ്റും, പ്രൊവൈഡഡ് ബൈ ആർട്ടിക്കിൾ 243H. പിന്നെ സബ്ജക്ട്സിൻ്റെ എണ്ണവും കൂടെ നോട്ട് ചെയ്തോണം. നിങ്ങൾ പറ്റുവാണെങ്കിൽ ലെക്ചർ നോട്ട് ക്രിയേറ്റ് ചെയ്താണെങ്കിൽ ഈ റെഡിങ്ങിൽ കൊടുത്തേക്കുന്ന അഡീഷണൽ പോയിൻറ്റ്സും, അതല്ലാതെ നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈമിൽ ഇപ്പോൾ നമ്മൾ കൂടുതലും ഞായറാഴ്ചത്തെ ടൈംസിൽ നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ റിവിഷൻ സീരീസോ അല്ലെങ്കിൽ ഇതുവരെ പഠിച്ചതിൻ്റെ ഒരു ക്വസ്റ്റ്യനെയറോ പോലെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ കേസ് ആ ടൈമിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ പഠിച്ച നോട്ട്, അതായത് ചെറിയ ബുക്കിൽ നോട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ പേജും തുറന്ന് വെച്ചിട്ട് റെസ്പോണ്ട് ചെയ്തോണം. ഇൻ കേസ് നിങ്ങൾ എവിടെയാണോ ഇരുന്ന് പഠിക്കുന്നത് റെസ്പോണ്ട് ചെയ്ത് ആ നോട്ട് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻ നോക്കി പോക്കണം. കാരണം GK കൂടുതലും ബർഡൻ ആവുന്നത് നിങ്ങൾ ഒറ്റയടിക്ക് പഠിക്കാൻ നോക്കുമ്പോഴാണ്. അപ്പം ഈ ലെക്ചർ നോട്ട് നിങ്ങൾ മാക്സിമം പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം. ഇതിലിപ്പോൾ നോക്കുകയാണെങ്കിൽ 11th ഷെഡ്യൂൾ, ആരോ, പിന്നെ 29 സബ്ജക്ട്സ്,
പിന്നെ ആർട്ടിക്കിൾ 243H വരാൻ നേരം ആർട്ട് 243H, പിന്നെ എക്സാമ്പിളായിട്ട് ഇമ്പോസിങ് ടാക്സസും, പിന്നെ ഏതാ ബൈ ദ പഞ്ചായത്തും. ഇത്ര എഴുതാൻ നേരം നിങ്ങൾക്ക് അത്രയും പോയിന്റ്സ് കാണാൻ നേരം പിന്നെ നിങ്ങൾക്ക് ബാക്കി ഓർമ്മ വന്നോണം. GK അങ്ങനെ ചെയ്തോണേ, ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇയേഴ്സ് വാസ് ദ രാജ്യസഭ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ടഡ്? ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും ആൻസർ? ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. രാജ്യസഭ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് 1947 സ്വാതന്ത്ര്യം കിട്ടിയ വർഷമല്ല, റിപ്പബ്ലിക്കായ വർഷമല്ല, 1948 1952. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് നോക്കാം. അതായത് 1952 രാജ്യസഭ ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആയി. ആൻഡ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ഓൾസോ നോൺ ആസ് രാജ്യസഭ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓൺ 1952 ഏത് ദിവസം? April 3rd. അതായത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് രാജ്യസഭ എന്ന് അറിയപ്പെട്ട അത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, നമ്മുടെ രാജ്യസഭയ്ക്ക് മുമ്പ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു. അത് ഫോം ചെയ്ത വർഷം 1952. ആൻഡ് എലക്ഷൻസ് വെയർ ഹെൽഡ് ഇൻ 1952 ടു എലക്ട് മെമ്പേഴ്സ് ഫ്രം ഇവിടുന്ന് വേരിയസ് സ്റ്റേറ്റ്സ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. അതായത് ആ ടൈമിൽ കുറച്ചുകൂടെ സ്റ്റേറ്റ്സ് ഫോം ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ തന്നെ ഒരു ഫോർമാറ്റ് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ആ ടൈമിൽ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലുണ്ടായിരുന്ന വേരിയസ് സ്റ്റേറ്റ്സിൽ ഇലക്ഷനും 1952 ഹെൽഡ് ചെയ്തിരുന്നു. ആൻഡ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വാസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദ രാജ്യസഭ, ഓൾസോ ഫസ്റ്റ് വൈസ് പ്രസിഡൻറ്റ് ഓഫ് ദ നേഷൻ. അപ്പോൾ എസ് രാധാകൃഷ്ണന് നമ്മൾ ഈ ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അത് സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ ഇതായിട്ട് ആദരസൂചകമായിട്ടാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ആദരസൂചകമായിട്ടാണ്. അപ്പോൾ അദ്ദേഹമായിരുന്നു എന്ത്? ഫസ്റ്റ് ചെയർമാൻ ഓഫ് രാജ്യസഭയും ആൻഡ് ഓൾസോ ദ ഫസ്റ്റ് വൈസ് പ്രസിഡൻറ്റ് ഓഫ് ദ നേഷൻ. ആ പോയിന്റും കൂടെ നോട്ട് ചെയ്തോണം. സെപ്റ്റംബർ 5 ഇന്ത്യയുടെ നാഷണൽ ടീച്ചേഴ്സ് ഡേ. ഞാൻ അടുത്ത് നോക്കിക്കേ. On 23rd August 1954 the chairman of the Rajya Sabha made an announcement. എന്ത് അനൗൺസ്മെൻറ്റ് ചെയ്തു? In the house that the Council of States would now be called രാജ്യസഭ ഇൻ ഹിന്ദിയിൽ. അപ്പം 1954 ഹിന്ദിയിൽ രാജ്യസഭ എന്നറിയപ്പെടണമെന്ന്, അല്ലെങ്കിൽ അങ്ങനെ പുനർനാമകരണം ചെയ്യപ്പെട്ടത് 1954. അങ്ങനെയാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് രാജ്യസഭ എന്ന് 1954 മുതൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ആൻഡ് ദി രാജ്യസഭ മെറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമായിട്ട് കൂടിയതെന്ന 13 മെയ് 1952, സെയിം ഇയർ. അപ്പം ഏപ്രിൽ 3 ഫോം ചെയ്തു, 13 മെയ്ക്ക് സെയിം വർഷം തന്നെ അവർ ഒത്തുകൂടിയിൽ ഫസ്റ്റ് മെറ്റ് ചെയ്തു. ആൻഡ് 2 വർഷത്തിന് ശേഷം 13 ഓഗസ്റ്റ് 1954 അതെന്ത്? രാജ്യസഭ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. ആൻഡ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ചെയർമാനും അതോടൊപ്പം ഫസ്റ്റ് വൈസ് പ്രസിഡൻറ്റ്, നമ്മൾ സെപ്റ്റംബർ 5 നാഷണൽ ടീച്ചേഴ്സ് ഡേയുടെ പോയിന്റ് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു. ആൻഡ് ശ്രീ എസ്.വി. കൃഷ്ണമൂർത്തി റാവു വാസ് ദ ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദ രാജ്യസഭ. അപ്പോൾ ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് രാധാകൃഷ്ണൻ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, നമ്മുടെ ഫസ്റ്റ് വൈസ് പ്രസിഡൻറ്റ്. അതിനുശേഷം വൈസ് ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത് ശ്രീ എസ്.വി. കൃഷ്ണമൂർത്തി. ഇപ്പോൾ 2 പേരും ആലോചിച്ച് വെച്ചോണം. ആൻഡ് 1952 ഏപ്രിൽ 3 ഫോം ചെയ്തു. 2 വർഷത്തിന് ശേഷം എന്തായി? രാജ്യസഭ എന്നറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഈ പോയിന്റ് മസ്റ്റായിട്ടും സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചോണേ. ആൻഡ് അറ്റ് ദ ടൈം, ഈ ഒരു ടൈമിൽ, അതായത് ഡെപ്യൂട്ടി ചെയർമാൻ ഇദ്ദേഹം ആ ഒരു സമയത്ത് 250 out of which 238 are to be elected and 12 are to be nominated by the President of India is the maximum strength of the രാജ്യസഭ. അപ്പോൾ ആ ടൈമിൽ മാക്സിമം സ്ട്രെങ്ത് ഓഫ് രാജ്യസഭ എന്ന് പറയുന്നത് എത്ര ആയിരുന്നു? 250 ആയിരുന്നു. അതിൽ 238 എണ്ണം ആർ വെയർ ടു ബി എലക്ട് ചെയ്യപ്പെടേണ്ടതായിരുന്നു. ആൻഡ് 12 എണ്ണം റിമൈനിങ് എന്ന് പറയുന്നത് നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ നോമിനേറ്റ് ചെയ്യേണ്ടതും കൂടെ ആയിരുന്നു. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ. ഹൗ മെനി സെഷൻസ് ഓഫ് ദ ലോക്സഭ നോർമലി ഹെൽഡ് ഇൻ എ ഇയർ? ഇതും കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ. ഏതാ ആൻസർ പറഞ്ഞേ? ഓപ്ഷൻ എ അല്ലേ? അത് ക്വസ്റ്റ്യൻ അവറും ഉണ്ട്, 0 അവർ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ക്വസ്റ്റ്യൻ അവറിൽ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് അവർ എ മിനിസ്റ്റർ ഈസ് ഒബ്ലിഗ്ഡ് ടു ആൻസർ ക്വസ്റ്റ്യൻസ് ചെയ്തർ. അതായത് 2 സെഷൻസ് കാണും, ഒന്ന് ക്വസ്റ്റ്യൻ അവറും ഒന്ന് സെഷൻ അവറും, പിന്നെ ഡിസ്കഷൻ അവർ ഓർ ഹാഫ് ആൻ അവർ ഡിസ്കഷൻ, അതായത് അരമണിക്കൂറിനൊരു ഡിസ്കഷൻ അവറും. ഇപ്പോൾ മൊത്തത്തിൽ 3 എണ്ണം ഉണ്ട്, ക്വസ്റ്റ്യൻ അവർ, 0 അവർ ആൻഡ് ഡിസ്കഷൻ അവർ. അപ്പോൾ ആദ്യത്തേൽ എന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ അവറിൽ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് അവർ, അതിൽ എ മിനിസ്റ്റർ ഈസ് ഒബ്ലിഗേറ്റഡ് ടു ആൻസർ ക്വസ്റ്റ്യൻസ് എയ്തർ ഇൻ ഓറൽ ഓർ റിട്ടൺ ഫോർമാറ്റ്. ഇറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ദ
കോൺസ്റ്റിറ്റ്യൂഷൻ. അത് കഴിഞ്ഞിട്ട് 0 hour വരാൻ നേരം അവിടെ 30 മിനിറ്റിൻ്റെ ഇൻ്റർവെലിന് ശേഷം an hour to raise informal queries without prior notice. അതായത് 10 ദിവസത്തെ നോട്ടീസ് പീരീഡിന് മുൻപായിട്ടുള്ള ഒരു 30 മിനിറ്റ് ഇൻ്റർവെല്ലിൽ ക്വസ്റ്റ്യൻ അവർ ആയിരിക്കും റേസ് ചെയ്യാനായിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് മെൻഷൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇതൊരു മേജർ പോയിൻ്റായിട്ട് എഴുതിക്കണം. ക്വസ്റ്റ്യൻ അവർ 0 hour മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. അതായത് 0 hour കേസ് മെൻഷൻ ചെയ്തിട്ടില്ല ആൻഡ് ക്വസ്റ്റ്യൻ അവറിൻ്റെ കേസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും? ഇറ്റ് സ്റ്റാർട്ട്സ് അറ്റ് 12 noon. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി ഇയർ 1962. അപ്പോൾ ആ ഡേറ്റും നോട്ട് ചെയ്തോണം. ആൻഡ് ഡിസ്കഷൻ അവറിൻ്റെ കേസ് നോക്കി. ഇറ്റ് ഇൻവോൾവ്സ് ദ ഡിസ്കഷൻസ് ഓൺ എ മാറ്റർ ഓഫ് പബ്ലിക് ഇമ്പോർട്ടൻസ് ടു ഗെറ്റ് ആൻ എഡ്യൂക്കേറ്റഡ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. അതായത് എലൂസിഡേറ്റഡ്, അതായത് ക്ലാരിഫൈഡ് ആയിട്ടൊരു ആൻസർ, പബ്ലിക്കിൻ്റെ ഇഷ്യൂസിൻ്റെ കാര്യങ്ങളെ പറ്റിയുള്ളൊരു ഓപ്പൺ ഡിസ്കഷൻ ആയിരിക്കും ഹാഫ് ആൻ അവർ ഉള്ള. അപ്പോൾ അതിൽ പബ്ലിക്കിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളും പുരോഗമനവും ഒക്കെ എക്കണോമിക് കണ്ടീഷൻസൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു സെഷൻ ആയിരിക്കും ഈ ലാസ്റ്റ് പറഞ്ഞ ഡിസ്കഷൻ അവർ എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ അപ്പം ഇതിൽ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ അവർ, 0 hour, ഡിസ്കഷൻ അവർ. ഡിസ്കഷൻ അവറിൽ വലുതായിട്ട് പറയാനില്ല, ജസ്റ്റ് ഡിസ്കഷൻ തന്നെ PL പോലെ ഉള്ളൂ. പക്ഷേ ക്വസ്റ്റ്യൻ അവറിലും 0 hour വാലിഡേറ്റ് ആയിട്ടുള്ള 2 പോയിൻറ്റ്സ് ഉണ്ട്. ഒന്ന്, 0 hour കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ക്വസ്റ്റ്യൻ അവർ എന്ന് പറയുമ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് 0 hour 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഇങ്ങനൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഇങ്ങനൊരു സംവിധാനം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1962. ക്ലിയർ അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ സീരീസ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത സെഷൻ എന്ന് പറയുന്നത് മാക്സിമം കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആയിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ ഈ ആർട്ടിക്കിളിൻ്റെ സെഷൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അല്ലെങ്കിൽ നമുക്കിനിയിപ്പോൾ പഠിക്കാനുണ്ടെങ്കിൽ പാർലമെൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പ്രസിഡൻറ്റിൻ്റെ സ്പെഷ്യൽ പവേഴ്സ്, പ്രൈം മിനിസ്റ്റർ, പിന്നെ ജുഡീഷ്യറി സിസ്റ്റം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സിസ്റ്റത്തിൻ്റെയും കൂടെ അഡീഷണൽ പോയിൻറ്റ്സ് നമ്മൾ ഈ ഫോർമാറ്റിലായിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ടോപ്പിക്കുമായിട്ട് കാണാം നമുക്ക്. അതുവരേക്കും ബൈ.